നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. മഹാഭാരതം ജീവിതത്തിൻ്റെ വിജയഗാഥയാണ്. ജീവിതം എങ്ങനെ വിജയകരമാക്കി തീർക്കാമെന്ന് പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ രഹസ്യങ്ങളെയെല്ലാം വളരെ വ്യക്തമായി അപഗ്രഥിച്ചുകൊണ്ട് മഹാഭാരതം നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ട് ഇതിന് ജയം എന്നും പേരുണ്ട്. ഈ കാവ്യത്തിന് ഭഗവത്ഗീതയിലെ 16-ാമത് അധ്യായം ദൈവാസുര സമ്പദ്വിഭാഗ യോഗം, അതിലാണ് മനുഷ്യ സ്വഭാവത്തിൻ്റെ അത്യധികം നിഗൂഢമായിരിക്കുന്ന സവിശേഷതകളെല്ലാം വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ വ്യക്തമായി അവതരിപ്പിക്കുന്നത്. അതിനെ പൊതുവിൽ ദൈവീ സമ്പത്തെന്നും ആസുരീ സമ്പത്തെന്നും രണ്ടായി തിരിക്കാം എന്ന് പറഞ്ഞിട്ട്, ദൈവീ സമ്പത്ത് കൊണ്ട് അതിനെ, ആ പന്ഥാവിനെ പിന്തുടരുന്ന ആളുകൾക്ക് എല്ലാ ദുഃഖങ്ങളിൽ നിന്നുള്ളതായ മോചനവും പരമമായ ജ്ഞാന ആനന്ദ പ്രാപ്തിയുമുണ്ടാകും. എന്നാൽ ആസുരീ സമ്പത്തിൻ്റെ പന്ഥാവിനെ പിന്തുടരുന്ന ആളുകൾക്ക് പല പ്രകാരത്തിലുള്ള കഷ്ടപ്പാടുകളുടെ ബന്ധനങ്ങൾ, ജനിമൃതി പരമ്പരകളുടെ കോലാഹലങ്ങൾ വന്ന് ഭവിക്കും. അതിനാൽ ദൈവീ സമ്പത്ത് നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ ഉള്ളിൽ അതിനെ വളർത്താൻ പാകത്തിന് നമ്മുടെ ചിന്തയെയും നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ പ്രവൃത്തികളെയുമെല്ലാം ശില്പം ചെയ്യണം. അതാണ് മഹത്തായിരിക്കുന്ന ഈ ഇതിഹാസ കാവ്യത്തിലൂടെ കഥാരൂപത്തിലും വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. ധർമാദർത്ഥശ്ച കാമശ്ച, ഈ ഇതിഹാസ കഥ മുഴുവൻ പറഞ്ഞു വെച്ചിട്ട് അവസാനം അദ്ദേഹം പറയുന്ന വാക്യമാണിത്: ധർമ്മത്തെ ആചരിക്കൂ, ആ ധർമ്മം കൊണ്ട് തന്നെ അർത്ഥവും കാമവും ലഭിക്കുമല്ലോ. ഈ പ്രപഞ്ചത്തിൽ സമ്പത്തുണ്ടാകണമെന്നുള്ള ആഗ്രഹം ഏവർക്കും ഉണ്ടാകാം. അതൊരിക്കലും ഒരു ദോഷമല്ല, കുറ്റമല്ല, കുറവല്ല. അതേപോലെ തന്നെ ലൗകികങ്ങളായിരിക്കുന്ന സുഖങ്ങൾ വേണമെന്ന് ആർക്കും ആഗ്രഹമുണ്ടാകും. അതും ഒരിക്കലും ഒരു കുറവല്ല. അങ്ങനെ അർത്ഥവും കാമവും ഒരിക്കലും ആർക്കും വേദാന്തശാസ്ത്രം നിഷേധിച്ചിട്ടേയില്ല. പക്ഷേ വേദാന്തശാസ്ത്രം നമ്മോട് സ്പഷ്ടമായി പറയുന്നത് അതെല്ലാം ധർമ്മത്തിൽ അടിയുറച്ച് നിന്ന് നേടണം എന്നാണ്. ധാർമ്മികമായ പന്ഥാവിലൂടെ കൈവരുന്നതായ അർത്ഥകാമങ്ങൾ മാത്രമേ ശ്രേയസ്കരമായി തീരൂ. അധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ ചിലപ്പോൾ അർത്ഥവും കാമവും ഒക്കെ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള തോന്നലുണ്ടായി എന്ന് വരാം. ചിലപ്പോൾ കുറേയൊക്കെ കഴിഞ്ഞു എന്നും വരാം. പക്ഷേ അത് അചിരേണ തന്നെ വലുതായ നഷ്ടത്തിനും വിനാശത്തിനും ഒക്കെയാണ് വഴിയൊരുക്കുക. അതുകൊണ്ട് അധർമ്മത്തിൻ്റെ പാത പിന്തുടരരുത്. പിന്നെയോ ധർമ്മം തന്നെ പിന്തുടരണം. ധർമ്മം കൊണ്ട് തന്നെ അർത്ഥകാമങ്ങൾ ലഭിക്കുമല്ലോ, അദ്ദേഹം നമ്മോട് വിളിച്ചു പറയാണ്. എന്നിട്ടും ആളുകൾ എന്തുകൊണ്ടാണ് ധർമ്മത്തെ സേവിക്കാത്തത് എന്നും അദ്ദേഹം ചോദിക്കുന്നു. സധർമ്മ കിന്ന സേവ്യത്തെ, അങ്ങനെയുള്ളതായ ആ ധർമ്മ ആചരണം നമ്മുടെ ഉള്ളിൽ ദൈവീ സമ്പത്തിനെ വളർത്തും. എങ്ങനെയാണ് അതിനെ വളർത്തുന്നത്? രജോ ഗുണത്തെ കുറച്ച്, തമോ ഗുണത്തെ കുറച്ച്, സാത്വിക ഗുണത്തെ വർദ്ധിപ്പിച്ച് ഹൃദയത്തെ ദൈവീ സമ്പന്നമാക്കി തീർക്കും. അതിൻ്റെ ഫലം എല്ലാ പ്രകാരത്തിലുമുള്ളതായ ജീവിത വിജയങ്ങളാണ്.
അതാണ് വ്യാസഭഗവാൻ മഹാഭാരതത്തിൻ്റെ പ്രമുഖമായ സന്ദേശമായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഓരോ നിമിഷത്തിലും നമ്മോട് വിളിച്ചു പറയുന്നത്. അതിനാൽ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിന്, അതിൻ്റെ പഠനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതകൾ അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത് നമ്മൾ ഒന്നൊന്നായിട്ട് പഠിക്കുകയാണ്. ആ വാക്കുകൾ നമുക്ക് സുപരിചിതമാണെങ്കിലും വ്യാസഭഗവാൻ ഉദ്ദേശിച്ച അതിസൂക്ഷ്മമായ ഗഹനമായ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് ചെല്ലാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം കാണിച്ചു തരുന്ന കഥകളെ പരിചയപ്പെട്ടാലേ പറ്റൂ. അതുകൊണ്ടാണ് ഈ കഥകളിലൂടെ ആ വാക്കുകളുടെ അർത്ഥം നാം അന്വേഷിക്കുന്നത്. യജ്ഞം എന്ന ദൈവീ സമ്പത്തിനെ അന്വേഷിക്കുകയായിരുന്നു. അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗവ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ തപ ആർജവം. ദൈവീ സമ്പത്തിൻ്റെ ഓരോരോ പ്രത്യേകതകളെ അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇതിൽ ആദ്യം പറഞ്ഞതെല്ലാം നാം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ യജ്ഞം എന്നുള്ളതായ ദൈവീ സമ്പത്തിനെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭീഷ്മൻ തൻ്റെ ജീവിതത്തെ യജ്ഞപൂർണമാക്കി തീർത്തത് എങ്ങനെയെന്ന് ആ ജീവിതത്തിലെ പ്രമുഖങ്ങളായ ചില സന്ദർഭങ്ങളിലൂടെ നാം കാണുന്നു. ഇത്ര കടുത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചിട്ടുള്ള ആളുകൾ തുലോം വിരളമാണ്. പക്ഷേ ആ അവസരങ്ങളിലെല്ലാം ഒരു കുലുക്കവും കൂടാതെ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം അതിനെ അഭിമുഖീകരിച്ചു. പരശുരാമനോട് അദ്ദേഹം നേരിട്ട് പറഞ്ഞതും നാം ഇന്നലെ കേട്ടതാണ്. ഞാൻ ക്ഷത്രിയധർമ്മം ആചരിക്കുന്നവനാണ്, ഞാൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയധർമ്മത്തെ ഒരു കാരണവശാലും ഭയം കൊണ്ടോ ലോഭം കൊണ്ടോ പ്രേരണ കൊണ്ടോ ആരോടെങ്കിലുമുള്ള കാരുണ്യാതിരേകം കൊണ്ടോ ഒന്നും ഞാൻ ഉപേക്ഷിക്കുകയില്ല. അതിനു വേണ്ടിയിട്ട് എന്നെ നിർബന്ധിക്കാൻ ശ്രമിക്കുകയും വേണ്ട. അദ്ദേഹം സ്പഷ്ടമായിട്ട് തൻ്റെ ഗുരുവിനോട് തന്നെ പറഞ്ഞു. അത് നാം കേട്ടു. അങ്ങനെ തൻ്റെ ആ ധർമ്മത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിതത്തെ എപ്പോഴാണോ നാം ഓരോരുത്തരും അഭിമുഖീകരിക്കുന്നത്, അപ്പോൾ നമ്മുടെ ജീവിത യാത്ര യജ്ഞമയമായി തീരുന്നു. അത് ദൈവീ സമ്പത്ത്, നമ്മുടെ ഉള്ളിൽ വളരുന്ന ദൈവീ സമ്പത്താണ് എന്ന് നാം അറിയണം. അത് ദുഃഖങ്ങളിൽ നിന്നിട്ട് നമ്മെ മോചിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം യജ്ഞ കർമ്മങ്ങളെക്കുറിച്ച് നാം ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഒരു ചോദ്യം വന്നു, വളരെ പ്രയോജനപ്രദമായൊരു ചോദ്യം. അതെന്തെന്നാൽ അകൃതവർണ്ണനെപ്പോലുള്ള തപസ്വിമാർ എല്ലാവർക്കും നല്ല മാർഗം കാണിച്ചു കൊടുക്കേണ്ടതാണല്ലോ, പക്ഷേ അദ്ദേഹം അമ്പയ്ക്ക് തെറ്റായ വഴിയാണല്ലോ കാണിച്ചു കൊടുത്തത് എന്ന് ഇന്നലെ ഒരു കമൻ്റായിട്ട് ചോദ്യമായിട്ട് കടന്നു വന്നു. നിശ്ചയമായിട്ടും ആ ചോദ്യം ശരിയാണ്. അകൃതവർണ്ണൻ അരുതാത്തതായ മാർഗമാണ് കാണിച്ചു കൊടുത്തത്. അമ്പയെ അപകടത്തിലേക്ക് തള്ളിയിട്ടു, പരശുരാമനെയും അപകടത്തിലേക്ക് തള്ളിയിട്ടു. ഭീഷ്മനെ പടക്കളത്തിലേക്ക് അങ്ങ് വിളിച്ചു വരുത്തണം. ഒന്നുകിൽ ഭീഷ്മൻ അങ്ങയുടെ മുന്നിൽ കീഴടങ്ങി അങ്ങ് പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകണം, ഇല്ലെങ്കിൽ അങ്ങ് ആയുധം കൊണ്ട് ഭീഷ്മനെ കീഴടക്കണം, സംഹരിക്കണം എന്ന് അകൃതവർണ്ണൻ പരശുരാമനോട് പറഞ്ഞ് പരശുരാമനെയും വലുതായിട്ടുള്ള അപകടത്തിലേക്ക് തള്ളിയിടുന്നത് നാം കണ്ടു. ഇവിടെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ധാർമ്മിക ബോധത്തിൻ്റെ വികാസമാണ്. ഈ ലോകത്തിൽ സമസ്ത ജീവരാശിയിലും ജീവനില്ലാത്ത പദാർത്ഥങ്ങളിലും 3 ഗുണങ്ങളുണ്ട്. ഭഗവത്ഗീതയിലെ ഗുണത്രയ വിഭാഗയോഗം അത് ഇതുമായി ചേർത്ത്, ഈ ദൈവാസുര സമ്പദ് വിഭാഗവുമായി ചേർത്ത് പഠിക്കേണ്ടതാണ്.
പക്ഷേ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് മാത്രമല്ലേ പറ്റൂ. അതുകൊണ്ടാണ് അത് ഈ അവസരത്തിൽ നേരിട്ട് ചർച്ച ചെയ്യാനെടുക്കാത്തത്. എങ്കിലും അതിലെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കടന്നു വരുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ അധികം പേർക്കും ആ ഗുണത്രയ വിഭാഗയോഗവും നന്നായി അറിയുന്നതാണ്. 3 ഗുണങ്ങളുണ്ട്. ആ 3 ഗുണങ്ങളും തുല്യമായി ഒരുമിച്ച് ചേർന്നിരിക്കുന്നതിനാണ് മൂലപ്രകൃതി എന്നും മായയെന്നുമൊക്കെ വേദാന്തശാസ്ത്രം പറയുക. താമസഗുണം, രാജസഗുണം, സാത്വിക ഗുണം എന്നിവയാണ് ആ 3. താമസഗുണം സത്യത്തെ നമ്മുടെ കൺമുന്നിൽ നിന്ന് മറയ്ക്കുന്നു. നമ്മെപ്പോലുള്ള ജീവരാശിയുടെ അറിവിൻ്റെ മണ്ഡലത്തിൽ നിന്നിട്ട് യാഥാർത്ഥ്യത്തെ മറയ്ക്കുന്നു. യാഥാർത്ഥ്യം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവാണ്. സച്ചിദാനന്ദ സ്വരൂപമായ പരമാത്മാവ്. ആ പരമാത്മാവ് മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല. ഇതാണ് വസ്തുത. വേദമന്ത്രങ്ങളും ഉപനിഷൽ മന്ത്രങ്ങളുമെല്ലാം നമ്മുടെ മുന്നിൽ അക്കാര്യം വളരെ വിശദമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം തർക്കയുക്തിയിലൂടെ പ്രതിവാദികളുടെ ആ വാദങ്ങളെ മുഴുവൻ ഖണ്ഡിച്ചുകൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യഗ്രന്ഥങ്ങളിൽ സ്ഥാപിച്ചിട്ടുമുണ്ട്. എന്ന് മാത്രമല്ല, അനേകം ഋഷികവികൾ അനുഭൂതിയുടെ ഭാഷയിൽ ആ പരമാത്മസ്വരൂപത്തെ നമുക്ക് കാണിച്ചു തന്നു. എഴുത്തച്ഛനും പൂന്താനവും മീരാബായിയും ഒക്കെ അങ്ങനെ ആ പരമാത്മസ്വരൂപത്തെ അനുഭൂതിയുടെ ഭാഷയിൽ നമുക്ക് കേൾപ്പിച്ചു തന്നതാണ്, അറിയിച്ചു തന്നതാണ്. അതുകൊണ്ടാണ് അവരുടെ വാക്കുകൾ കവിതയായി ആദരിക്കപ്പെടുന്നതും ആസ്വദിക്കപ്പെടുന്നതും. ആ പരമാത്മാവ് മാത്രമാണ് സത്യം. എഴുത്തച്ഛൻ പ്രതിപാദിച്ചിരിക്കുന്ന പരമാത്മാവ്, മീരാബായി കൃഷ്ണ നാമത്തിലും കൃഷ്ണ രൂപത്തിലുമാണ് ആ പരമാത്മാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരിക. ആ പരമാത്മാവാണ് സത്യം, അത് മാത്രമേ ഉള്ളൂ. ആ പരമാത്മാവിലാണ് ഈ ലോകമുണ്ടായി നിലനിന്ന് പ്രവർത്തിച്ച് തിരിച്ച് ലയിക്കുന്നത്. ഇത് വേദാന്തശാസ്ത്രത്തിൻ്റെ അഖണ്ഡിതമായിട്ടുള്ള കണ്ടെത്തലാണ്, അനുഭൂതിയാണ്. ഇത് ആർക്കും അനുഭവിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്രീയമായ തെളിവ്. അങ്ങനെ അനുഭവിച്ചറിഞ്ഞ 1000 ആചാര്യന്മാരുടെ ജീവിതം നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലുണ്ട്, ചരിത്രത്തിലുണ്ട്, നമ്മുടെ കൺമുന്നിലും ഉണ്ട്. അങ്ങനെയുള്ള ആ പരമസത്യത്തെ നമ്മിൽ നിന്ന് മറയ്ക്കുന്നു തമോ ഗുണം. ആ ഉള്ള വസ്തുവിനെ മറയ്ക്കുന്നു. എങ്ങനെയാണോ രാത്രി സർവത്ര വ്യാപിക്കുന്ന ഇരുട്ട് നമ്മുടെ കണ്ണിലുള്ള വസ്തുക്കളെല്ലാം മറച്ചു വച്ചിരിക്കുന്നത്, ആ വസ്തുക്കളെല്ലാം അവിടെ തന്നെ ഉണ്ട്. വീട്ടിന് ചുറ്റുമുള്ള വസ്തുക്കളെല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ അതിനെ ഇരുട്ട് മറയ്ക്കുന്നു. അതേ പ്രകാരത്തിൽ തമോ ഗുണം പരമാത്മാവിനെ നമ്മുടെ ബോധത്തിൽ നിന്ന് മറച്ചു കളയുന്നു. അപ്പോൾ രജോ ഗുണം പ്രവർത്തിക്കാൻ തുടങ്ങും. ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി കാണിക്കുക എന്നുള്ളതായ പ്രകൃതമാണ് രജോ ഗുണത്തിൻ്റേത്. അതുകൊണ്ട് അതിനെ വിക്ഷേപശക്തി എന്ന് പറയും. തമസ് ആവരണശക്തി, മൂടുന്ന ശക്തി, സത്യത്തെ മറയ്ക്കുന്ന ശക്തി. എന്നാൽ രജസ് ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി കാണിക്കുന്ന ശക്തി, അതാണ് വിക്ഷേപശക്തി. രജോ ഗുണം ശബ്ദസ്പർശ രൂപരസഗന്ധമയമായ ഈ ലോകത്തെ നമ്മുടെ മുന്നിൽ ഉണ്ടാക്കി കാണിക്കുന്നു. പരമാത്മാവിനെ തമോ ഗുണം മറച്ചപ്പോൾ രജോ ഗുണം ആ സ്ഥാനത്ത് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിക്കുന്നു. ഏതുപോലെ എന്ന് വെച്ചാൽ, അരണ്ട പ്രകാശം മാത്രമുള്ളപ്പോൾ നാം ഏതെങ്കിലും ഒരു സ്ഥലത്തു കൂടി നടന്നു പോവുകയാണെന്ന് കരുതുക. അപ്പോൾ അവിടെ ഒരു കയറിൻ്റെ കഷണം കിടന്നാൽ അരണ്ട പ്രകാശമായതുകൊണ്ട് എന്താണ് കിടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല വ്യക്തമായി. അപ്പോൾ എന്തോ കിടക്കുന്നു എന്ന് മാത്രം അറിയാം. പെട്ടെന്ന് നമ്മുടെ ഉള്ളിലുള്ള പാമ്പിനെക്കുറിച്ചുള്ളതായ ബോധം പ്രവർത്തിച്ച് ഉണർന്ന് ആ വളഞ്ഞു കിടക്കുന്ന കയറിൻ്റെ പുറത്ത് പാമ്പിനെ ആരോപിച്ച് കാണിക്കും. ഇതാണ് രജോ ഗുണത്തിൻ്റെ പ്രവൃത്തി.